बंदर बांड कुरंगന്റെ വിഹിതം किसी झगड़े में इंसाफ करने के बहाने अपने काम बनाना എന്തെങ്കിലും കച്ചറകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു തന്ത്രത്തിൽ തൻ്റെ കാര്യം പൂർത്തീകരിക്കുന്നതിനാണ്. അതായത് സ്വന്തം കാര്യം പൂർത്തീകരിച്ചിട്ട് ബാക്കി കാര്യം നോക്കിയിട്ട് ബാക്കിയുള്ളവരെ പെടുത്തിങ്ങാണ്ട് പോണ ആ ഒരു കാര്യത്തിനാണ് ഈ ഒരു കുരങ്ങൻ്റെ വിഹിതം എന്നുള്ള പഴഞ്ചൊല്ല് പറയാം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥയാണ് നമ്മൾ പറയാൻ പോണത്. ഏക് ദിൻ ഒരു ദിവസം ദോ ഭൂഖി ബില്ലിയാങ് രണ്ട് വിശന്ന പൂച്ചക്കുട്ടികളെ കിസി ഗർക്ക് ഏതോ ഒരു വീടിൻ്റെ ബാവർച്ചി ഖാനമേ അടുക്കളയിൽ ദാഖിൽ ഹുയെ പ്രവേശിച്ചു. ഖാനയ്ക്ക് തമാം ചീസേ അന്തർ ബന്ദ് തേ തിന്നാനുള്ള എല്ലാ വസ്തുക്കളും ഉള്ളിൽ കെട്ടിയിട്ടിരുന്നു, പൂട്ടി വച്ചിരുന്നു, ബന്ധാക്കിയിരുന്നു. ഉനെ കുച്ച് ഖാനേക്കോ നെ മില അവർക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. ഏക് പ്ലേറ്റ് മേ റോട്ടി കാ ടുക്കട രഹ് ഗയാത്ത ഒരു പ്ലേറ്റിൽ ഒരു റൊട്ടിയുടെ കഷ്ണം അവശേഷിച്ചിരുന്നു. രഹ് ഗയ പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നർത്ഥം, അവശേഷിച്ചിരുന്നു. ഏക് ബില്ലി ഒരു പൂച്ച ഉസേ ലേക്കർ അതിനെടുത്തിട്ട് ഭാഗി ഓടി. അപ്പോൾ ഒരു പൂച്ച അതെടുത്തിട്ട് പുറത്തേക്ക് ഓടി. ദൂസരി മറ്റേ പൂച്ച ഉസ്കെ പീച്ചെ ദോടി ആ പൂച്ചൻ്റെ പിറകിൽ ഓടി. ആഖിർ അവസാനം ദോനോമേ ജഗഡ ഹോനെ ലഗ രണ്ടാൾക്കിടയിലും കച്ചറ ഉണ്ടാവാൻ തുടങ്ങി. റോട്ടി കാ ടുക്കട ദോനോക്ക് ബീച്ച് രക്കാ ഹുവാത്ത അത് നോക്കുക, ബീച്ച് എന്നാണ്, പീച്ചെ എന്നല്ല. പീച്ചെ എന്ന് പറഞ്ഞാൽ പിറകിൽ, ബീച്ച് പറഞ്ഞാൽ ഇടയിൽ. അപ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. പീച്ചെ എന്നുള്ളതിന് ഹാ ഉണ്ടാവുന്നതിന് ഹാ ഇല്ല. അപ്പോൾ ബീച്ച് പറഞ്ഞാൽ ഇടയിൽ. അപ്പോൾ ഈ റൊട്ടിയുടെ കഷ്ണം അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ വെക്കപ്പെട്ടിരുന്നു. അതോടെ അവർ വെച്ചിരുന്നു. दोनों बिल्लियाँ आंखें सुर्ख और बाल कटे किए हुए एक दूसरे पर हमला करने को तैयार थी. രണ്ട് പൂച്ചകളും ആംഗേ സുർഖ് കണ്ണുകളൊക്കെ ചോപ്പിച്ചിട്ട് അവർ ബാൽ മീശ അതിൻ്റെ പൂച്ചൻ്റെ രോമം ഉണ്ടാവുമല്ലോ അത് കടക്കിയെ അതിങ്ങനെ നീപ്പിച്ച് നിർത്തിയിട്ട് ഹുയെ ഏക്ക് ദൂസരെ പർ ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ ഹംല കർണേക്കോ ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ ആക്രമിക്കാൻ തയ്യാറായിരുന്നു. ഏക് ദറഖ്ത് പർ ഒരു മരത്തിൻ്റെ മേൽ ബൈഠാ ഹുവ ബന്ദർ ഇരുന്നിരുന്ന കുരങ്ങൻ ഉൻകി ലഡായി ദേഖ് രഹാത്ത അവരുടെ കച്ചറ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വോ ഖുദ് റോട്ടി പർ കബ്സ ജമാനെ കി ഫിക്ർ മേ ത അവൻ ഈ ഒരു റൊട്ടിയുടെ മേൽ അധികാരം ചെലുത്താനുള്ള ചിന്തയിലായിരുന്നു കുരങ്ങനുണ്ടായിരുന്നത്. കബ്സ ജമാന എന്നാൽ അതിൻ്റെ മേൽ പിടുത്തം, അത് അധികാരത്തിൽ വരുത്താനേ അർത്ഥം. അപ്പോൾ സ്വന്തം റൊട്ടി ഓനക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കാനാണ് കുരങ്ങൻ വിചാരിച്ചിരുന്നത്. മോക്കി ദേക്കർ വോ നീസെ ഉത്തര ഈ രംഗം കണ്ടിട്ട്, മോക്കി പറഞ്ഞ രംഗം അല്ലെങ്കിൽ ഈ സംഭവം കണ്ടിട്ട്, ദേക്കർ കണ്ടിട്ട് വോ നീസെ ഉത്തര അവൻ താഴെ ഇറങ്ങി. ഉസ്നെ കഹ കുരങ്ങൻ പറഞ്ഞു, ശുക്ർ കരോ നന്ദി ചെയ്യൂ, ഖേ എന്തെന്നാൽ തുമേ ലോഗോ കെ ഘരോ മേ ആസാനി സേ ഖുറാക് മിൽ ജാത്തി ഹേ നിങ്ങൾക്കൊക്കെ ജനങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഖുറാക്ക് എന്നാൽ ഭക്ഷണം, നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചാണ്, ദാന്തോങ്കി ഹിഫാസത്ത് എന്ന പാഠത്ത് പഠിച്ചാണ്. ആ ഭക്ഷണം നിങ്ങൾക്ക് മിൽ ജാത്തി ഹേ എത്തുന്നു, നിങ്ങൾക്ക് വീടുകളിൽ കയറിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. ഹംസെ സബക്ക് സീക്കോ ഞങ്ങളിൽ നിന്ന് പാഠം പഠിക്കൂ. ഹംസെ ഞങ്ങളിൽ നിന്ന് സബക്ക് സീക്കോ പാഠം പഠിക്കൂ. സീഖോ സീഖനാണ് പഠിക്കുക. ഹം ജംഗിൽ മേ ഖുറാ കെ ലിയെ കിത്നി മെഹനത്ത് കർത്തേ ഹൈ ഞങ്ങൾ കാട്ടിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കിത്തിനി എത്ര മെഹനത്ത് അധ്വാനം കർത്തേ എത്ര അധ്വാനിക്കുന്നു ഞങ്ങൾ. ഫിർബി എന്നിട്ടും ആപ്പസ്മേ നെഹിയിലെടുത്ത് ഞങ്ങൾ നിന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കച്ചറ ഉണ്ടാക്കണില്ല. अगर तुम दोनों लड़ती रही तो कुत्ता आकर रोटी खा जाएगा और तुम दोनों को जख्मी भी कर सकता है. ഇനി നിങ്ങൾ കച്ചറുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇനിയും നിങ്ങൾ രണ്ടുപേർ ലഡ്ത്തി രഹിതോ കച്ചറ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ കുത്ത ആക്കർ പട്ടി വന്നിട്ട് റോട്ടി കാ ജായേഗ റൊട്ടി തിന്നു പോകും. അവർ ദോനോക്കോ നിങ്ങൾ രണ്ടുപേർക്കും ജഹ്മി ബി കർ സക്താ ഹേ നിങ്ങൾ രണ്ടുപേരെയും പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ജഹ്മി കർണാണ് പരിക്കേൽപ്പിക്കാർത്ഥം. ജഹ്മിയാണ് മുറിവിനൊക്കെ പറയും. ബില്ലിയോനെ കുച്ച് ദേർ സോച്ച അപ്പോൾ ഇത് കേട്ടപ്പോൾ പൂച്ചകൾ എന്ത് ചെയ്തു, കുറച്ച് നേരം ചിന്തിച്ചു. അവർ ബന്ദർ സേ കഹ കുരങ്ങനോട് പറഞ്ഞു, എന്തെന്നാൽ ഭയ്യ സഹോദര, ചെറിയ സഹോദരനാണ് ഭയ്യ കേട്ടോ. തും ഹി ഇൻസാഫ് കർദോ നിങ്ങൾ തന്നെ ഞങ്ങൾക്കിടയിൽ നീതി ചെയ്യൂ.
बंदर ने रोटी के दो टुकड़े किया. അപ്പോൾ കുരങ്ങനെ റൊട്ടിയെ ദോ ടുക്കട രണ്ട് കഷ്ണങ്ങളാക്കി. तराजू उठाकर उसने दोनों पलटों में एक टुकड़ा रखा. അങ്ങനെ തുലാസ് ഉയർത്തിയിട്ട് തറാസു ഉഠാനാൽ തറാസു പറഞ്ഞാൽ തുലാസ് ഉഠാനാൽ ഉയർത്തുക. തറാസു ഉഠാക്കർ തുലാസ് ഉയർത്തിയിട്ട് ഉസ്കെ ദോനോ പൽഡോ മേ അതിൻ്റെ രണ്ട് തട്ടിലും ഏക്ക് ടുക്കട രക്ക ഓരോ കഷ്ണങ്ങൾ വെച്ചു. ദോനോ കാ വസൻ ബറാബർ നത്ത രണ്ടിൻ്റെയും തൂക്കം എന്തായിരുന്നു ബറാബർ നത്ത രണ്ടിൻ്റെയും തൂക്കം സമമായിരുന്നില്ല. ഉസ്നെ ബഡേ ടുക്കഡേ കോ ദാന്ത് കർ കുതർ കർ ഖാലിയ ഉസ്നെ അപ്പോൾ കുരങ്ങനെ ബഡേ ടുക്കടേക്കോ അതിൽ നിന്നുള്ള വലിയ കഷ്ണം എടുത്തിട്ട് ദാന്ത് സെ പല്ല് കൊണ്ട് കുത്തർന്ന എന്ന് പറഞ്ഞാൽ അത് കഷ്ണിക്കുക എന്നർത്ഥം അല്ലെ കടിച്ച് തിന്നണേനൊക്കെ പറയും. അപ്പോൾ കുത്തർക്കർ അത് കഷ്ണിച്ചിട്ട് ഖാലിയ അത് തിന്നു. അപ്പോൾ പല്ലുകൊണ്ട് അത് കഷ്ണാക്കിയിട്ട് ആ വലിയ കഷ്ണം എടുത്തിട്ട് എന്നിട്ട് ചെറിയ കഷ്ണം കടിച്ചിട്ട് തിന്നു. ദോബാര രണ്ടാമത്തെ പ്രാവശ്യം വസൻ കിയ തൂക്കി. അപ്പോൾ അബ് ദൂസരാ ടുക്കട അപ്പോൾ രണ്ടാമത്തെ കഷ്ണം ഭാരി ഹോഗയ ഭാരമുള്ളതായി. ഭാരി ഹോഗയാണെങ്കിൽ സതമല്ല തന്നെ ഭാരമുള്ളതായി. ഉസ്കോ ബി ഉസ്നെ ദാന്ത് സെ ഖാട്കർ തോടാസ ഖാലിയ അപ്പോൾ അതിനെയും അദ്ദേഹം എന്ത് ചെയ്തു കുരങ്ങനെ പല്ലുകൊണ്ട് കടിച്ചിട്ട് അല്പം ഭക്ഷണം അത് കഴിച്ചു. യഹി കാം ഇതേ പണി ഉസ്നെ ഈ ബാർ കിയ അദ്ദേഹം കുറേ നേരം ചെയ്തു. കൈ ബാർ ഒരുപാട് പ്രാവശ്യം കിയ ചെയ്തു. അവർ ബില്ലിയാ പൂച്ചകൾ ഉസ്കി തൊറഫ് തക്തി രഹി തക്കിന പറഞ്ഞാൽ തുറിച്ചു നോക്കുക. അപ്പോൾ ബില്ലിയാം പൂച്ചകൾ ഉസ്കി തൊറഫ് അവൻ്റെ ഭാഗത്ത് തക്തി രഹി എന്നാൽ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. എന്തിനാണ് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇൻസാഫ് കബ് ഹോക എപ്പോഴത് നീതിയാകുക, നീതി എപ്പോൾ ഉണ്ടാകുക വിചാരിച്ചിട്ട് പൂച്ചകൾ ഇങ്ങനെ നോക്കിക്കാം. ആഖിർമേ ഏക്ക് ചോട്ടാസ ടുക്കട രഹ്ഗയ അങ്ങനെ അവസാനം ചെറിയൊരു കഷ്ണം അവശേഷിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു രഹ്ഗയ എന്നുള്ളതാണ് അവശേഷിച്ചു എന്നുള്ളതാണ്. അബ് ഇപ്പോൾ ബന്ദർ ബോല ഈ സമയത്ത് കുരങ്ങൻ പറഞ്ഞു ഉസ്കെ ക്യാ റേസേ കരോ ഈ ചെറിയ കഷ്ണം എങ്ങനെ ചെറിയ റേസേ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചാൽ എന്ത് ചെറിയ കഷ്ണമാക്കാം. അപ്പോൾ ഇതിനിപ്പോൾ നമ്മളെങ്ങനെ ചെറിയ രണ്ട് കഷ്ണങ്ങളാക്കുക. ഉസ്സെ തുമാര ക്യാ ബല ഹോക ഇനിയിപ്പോൾ അതിനെ രണ്ട് കഷ്ണമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നന്മ ഉണ്ടാവാനാ. ക്യാ ബല ഹോക എന്ത് നന്മ ഉണ്ടാകും. ഹോനാണ് ഉണ്ടാവുക. അപ്പോൾ ഹോക എന്തുണ്ടാകാനാ. തുമാരി നിങ്ങളുടെ നിയ്യത്ത് കി ഹറാബി നിങ്ങളുടെ ഉദ്ദേശത്തിൻ്റെ ഹറാബി പറഞ്ഞാൽ അത് ഹറാബി പറഞ്ഞാൽ മോശത്തരം അത് പഹിലേ ഹി ആദ്യം തന്നെ കാം ബിഗാഡ് കി ദിയ ഈ പണി ആകെ എരപ്പാക്കിന് വശലാക്കിയെന്ന് അർത്ഥം. കാം ബിഗാഡ് തന്നെയാണ് ആ പണി ആകെ മോശമാക്കിയെന്ന് അർത്ഥം വശലാക്കിയെന്ന് അർത്ഥം. मैंने ഞാൻ दोनों टुकड़ों का वज़न बराबर करने में कितनी मेहनत की है ഞാൻ ഈ രണ്ട് കഷ്ണം ഒരുപോലെയാക്കാൻ വേണ്ടി ബറാബർ കർണേന്നാൽ ഒരുപോലെയാക്കാൻ വേണ്ടി കിത്തിനി എത്ര മെഹനത്ത് കി ഹേ എത്ര അധ്വാനിച്ചിട്ടുണ്ട്. തറാസു ഉടായേ ഈ ത്രാസ് പൊക്കി ഹാത്ത് തക് ഗയേ എൻ്റെ കൈ ക്ഷീണിച്ചു പോയി. ചലോ നിങ്ങൾ പോയിക്കോളി. ഈ ടുക്കട ഈ മേരി മസ്ദൂരി ദേദോ ഇത് എനിക്കുള്ള കൂലിയായിട്ട് ഇങ്ങോട്ട് തന്നാൽ ഈ ചെറിയ കഷ്ണമല്ലേ. ചലോ നിങ്ങൾ പോയിക്കോളി. ടുക്കട ഈ ഒരു കഷ്ണം മേരി മസ്ദൂരി ദേദോ എൻ്റെ കൂലി തരൂ. കഹ്കർ ഇത് പറഞ്ഞിട്ട് ബന്ദറിനെ ടുക്കട ബി കാലിയ കുരങ്ങനെ ആ കഷ്ണവും കഴിച്ചു. അപ്പോൾ ഇതാണ് ആ കഥ. അപ്പോൾ ഇത് ഈ ഒരു പൂച്ചകളെ ഈ ഒരു കച്ചടയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉദ്ദേശം പൂർത്തിയാക്കുക എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ പിന്നിലുള്ള കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ ദിൽചസ്പ്, നിച്ചോഡ്, ഹുഷെ, ഉംദ, റൊഹ്, നിഠാൽ, സുറഹ്, ഐബ് ഈ വാക്കുകളൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞതാണ്. ഇനി ചോദ്യത്തോടെ നോക്കുക. ജിസ് തൊറ ഷേർ കി ബഹാദുരി മഷഹൂർ ഹെ ഉസി തൊറ ഗോഡെ കി കോൻ സി ഹോബി മഷഹൂർ ഹെ. ഒന്നാമത്തെ ചോദ്യം, ഏത് നിലക്കാണ് സിംഹത്തിൻ്റെ ധീരത അറിയപ്പെട്ടത്? അതുപോലെ കുതിരയുടെ ഏത് നന്മയാണ് അറിയപ്പെട്ടത്? നമ്മൾ അടുത്ത് പറഞ്ഞതാണ്, അതിൽ നോക്കിയിട്ട് ഉത്തരം എഴുതാം. ലോമഡി കോ ബാഗ് മേ ക്യാ ചീസ് നസർ ആയേ കുറുക്കന് ബാഗ് മേ തോട്ടത്തിൽ ക്യാ ചീസ് നസർ ആയേ എന്ത് വസ്തുവാണ് കുറുക്കൻ കണ്ടത്? ലോമഡിനെ അങ്കൂറിനെ കാനേക്ക് ക്യാ വജ ബതായി കുറുക്കൻ മുന്തിരി തിന്നാതിരിക്കാനുള്ള എന്ത് കാരണമാണ് പറഞ്ഞത്? ബന്ദർ കഹാം ബൈഠ ഹുവാ താ അവർ ക്യാ കർ രഹാ താ കുരങ്ങൻ എവിടെയായിരുന്നു ഇരുന്നത്? കുരങ്ങൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
അഞ്ചാമത്തെ ചോദ്യം, ബില്ലിയോ കോ റോട്ടി ക്യോ നെഹി മിലി? പൂച്ചകൾക്ക് എന്തുകൊണ്ടാണ് റൊട്ടി ലഭിക്കാതിരുന്നത്? അടുത്ത നാലാമത്തത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇത് പൂരിപ്പിച്ച് കൊടുക്കാനാണ്. ഇനി ഇൻഷാ അല്ലാഹ് അഞ്ചാമത്തെ മുതൽ നമുക്ക് പറയാനുള്ളതാണ് അടുത്ത ക്ലാസ്സിന് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.